ഹലോ, ഹാപ്പി ഈസ്റ്റർ. പിന്നെ ഞങ്ങൾക്ക് ഈസ്റ്ററായിട്ട് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതും നെയ്ച്ചോറും പിന്നെ ചിക്കൻ പാർട്സാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല, എന്നാലും ചെറുതായിട്ട് പറഞ്ഞൊക്കെ പോവാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക് പൊട്ടിക്കുക, പിന്നെ തേങ്ങ കൊത്തുന്ന അരിഞ്ഞ് ചെറുതാക്കി കഴിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ സവാളയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പൊടികളെല്ലാം ഇട്ടിട്ട് തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫും പച്ചക്കായും കൂടി അതിലോട്ടിട്ട് അതിലേക്ക് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ്. നെയ്യ് ഒഴിക്കുക, അതിലേക്ക് സവാള ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക, പിന്നെ കശുവണ്ടിയും മുന്തിരിയും ഫ്രൈ ചെയ്തെടുത്ത് മാറ്റുക. പിന്നെ അതേ പാനിൽ തന്നെ കഴുകി വെച്ച അരി ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മൾ നെയ്ച്ചോറ് നമ്മൾ റെഡിയായി. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ പാർട്സാണ്. അത് നോർമൽ നമ്മൾ ചിക്കൻ വെക്കണ പോലെ തന്നെയാണ്. അത് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, സവാളയും കുഞ്ഞുള്ളിയുമാണ് എടുത്തേക്കണത്. പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റി പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും തക്കാളിയും കൂടി ഇട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കണം ചിക്കൻ പാർട്സും ഉരുളക്കിഴങ്ങും അതിൻ്റെ വെള്ളം അതിലൊക്കെ ഒഴിച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. പിന്നെ നമ്മൾ ചിക്കനും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി അല്ല ചിക്കൻ പാർട്സ് റെഡി. നിങ്ങളുടെ ഈസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യുക.